എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി? എന്റെ ഭാര്യ തിരിച്ചു കാണോ? എന്റെ ഭാര്യ വീണെത്താ, എന്റെ ഭാര്യ വീണെത്താ, എന്റെ ഭാര്യ വീണെത്താ. എടേ, നിങ്ങളെ ഭാര്യ വീണെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകണം. എന്റെ ഭാര്യ വീണപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞ അതെന്തൊരു ന്യായം? എടാ അതല്ലെന്ന്, പിന്നെ ഒരു 3 മാസത്തിന് മുമ്പ് എന്റെ ഭാര്യ ഇവിടുന്ന് ഒരു പയ്യനോട് ഒളിച്ചോടിപ്പോയി. അയ്യോ, എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമുള്ളതല്ല വിളിച്ചോണ്ട് പോയത്. എന്നോട് വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വേണോ? എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം? അതായത് നമ്മള് വേറൊന്നും അല്ല മാഷെ, നമ്മുടെ ഈ സർക്കാരിൽ നിന്ന് നമുക്കൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ജീവിക്കാന്നുള്ളൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തന്റെ ഭാര്യയുടെ ഇങ്ങനെ പോയെങ്കിൽ താൻ ഇത് പറയോ? അയ്യോ, അത് സർക്കാരിന്റെ നിയമം നോക്കൂല, എന്റെ നിയമം എന്റെ വീട്ടിൽ നോക്കൂ. ഞാൻ പറയുന്നതിന്റെ അപ്പുറം അവൾ അടങ്ങൂല. അതാണ് നമ്മുടെ സർക്കാരായാലും നിയമമായാലും എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിർത്താൻ എനിക്കറിയാം. എന്റെ ഭാര്യ വീണ എങ്ങനെ അത്താഴം കഴിക്കുമോ എന്തോ രാത്രി. ഞാൻ പാട്ട് പാടാതെ അവൾ അത്താഴം കഴിക്കത്തില്ല. എപ്പോഴും അവളുടെ മുമ്പിൽ ഞാൻ പാടുമായിരുന്നു. രാത്രി എന്താ കഴിക്കുന്നേ ഭാര്യ? പൊറോട്ട ഇറച്ചി. അത് ദഹിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? നമ്മളിവിടെ കൈയെടുത്ത് വെച്ചോ. എന്തിനാ? ഇതുപോലത്തെ പാട്ട് വന്നാലേ കൈ ഫ്രീ ആയിട്ടിരുന്നാ ശരിയാവും. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ വയറ് കുറയും. അതെങ്ങനെ വയറ് കുറയും? മാസ്റ്റർ ഇപ്പൊ പറഞ്ഞത് ചിക്കൻ പൊറോട്ട ദഹിക്കാനാണ് പാട്ട് പാടുന്നതെന്ന്. നിനക്കൊരു കുറവില്ലെങ്കിൽ നീ ഡോക്ടറെ കൊണ്ട് നിനക്ക് സംസാരിക്കാൻ. ഒരു അമേരിക്കക്കാരനായ എന്നെ വിട്ടിട്ട് എന്റെ ഭാര്യ എന്തിനു പോയെന്നാണ് എന്റെ സംശയം ഇപ്പോഴും. അമേരിക്കക്കാരൻ എന്റെ ഒരു പാപ്പനുണ്ടായിരുന്നു അമേരിക്ക. ഓഹോ, അയ്യോ, അമേരിക്ക പാപ്പുണ്ടാ? എനിക്കൂടെ ഒരു പാപ്പം. അമേരിക്ക പാപ്പനല്ല, പാപ്പം എന്നാണ്. അമേരിക്കയിൽ എന്റെ ഒരു പാപ്പനുണ്ടായിരുന്നു. ഈ കക്ഷി ഇതുപോലെ അമേരിക്കയിൽ വെച്ച് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. ഓഹോ, ഒരു അമേരിക്കക്കാരൻ ഈ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടങ്ങ് പോയി. നേരെ പാപ്പൻ ലണ്ടനിൽ വന്നു. ഒരു ലണ്ടൻകാരിയെ കല്യാണം കഴിച്ചു. ലണ്ടനിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ കൊണ്ടങ്ങ് പോയി. നേരെ ചൈനയിൽ വന്നു. ചൈനക്കാരിയെ കല്യാണം കഴിച്ചു. ഒരു പാകിസ്ഥാൻകാരൻ ചൈനക്കാരിയെ കൊണ്ടങ്ങ്. അതെങ്ങനെ ശരിയാവും? ഹേ, എന്താണ്? അമേരിക്കക്കാരൻ തട്ടിക്കൊണ്ട് പോയി, ഓക്കെ. ലണ്ടൻകാരൻ തട്ടിക്കൊണ്ട് പോയി, ഓക്കെ. ഈ ചൈനക്കാരി എങ്ങനെ പാകിസ്ഥാൻകാരൻ തട്ടിക്കൊണ്ട് പോകും? ഇത് നടക്കൂല. ഞാനിത് വിശ്വസിക്കൂല. ഈ അമേരിക്ക പാകിസ്ഥാനോട്ട് ചേരൂല. എനിക്ക് അതാണ് സംശയം, ഡൗട്ട് വരുന്നത് അതാണ്. ഈ മാസം ഫീസ് അടച്ചായിരുന്നു? അല്ല, ചേരും. ഒന്നുകിൽ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു കള്ളക്കഥ കേൾക്കാൻ കൂട്ടും. ഏതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടാ. ഒരു മനുഷ്യൻ പറയുമ്പോഴേ രണ്ടും ചെയ്യാതെ എന്ന് കഴിഞ്ഞാ എന്ത് ദേഷ്യോ? ഞാൻ നിങ്ങളെ നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ വീടെവിടാ? ഇവിടുന്ന് വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ഒരു ഡോഗ്മാൻ പട്ടിയുള്ള ഒരു വീടുണ്ട്. ആ വീട് കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ഡാഷ് വീട് പട്ടിയുള്ള ഒരു വീടുണ്ട്. അതും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ലാബ് പട്ടിയുള്ള ഒരു വീടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു ഗേറ്റ് ഉണ്ട്, വലിയ ഒരു സിംഹത്തിന്റെ തലയുള്ള വീട്. അതാണ് എന്റേത്. പറച്ചിലേട്ട തോന്നും ആ പട്ടികളെല്ലാം ഡമ്മിയും ആ സിംഹം ഒറിജിനലാണ്. സിംഹമല്ലേ അത്? അതിന് ഇത്രയും ബൂസ്റ്റപ്പ് എന്തിന്? അതെ, എന്റെ ഈ 2 വിരലുകളുടെ കൈകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിംഹമാണത്. ഉണ്ടാക്കിയ സിംഹമായി പോയി. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ചെന്നപ്പോ SI ചോദിച്ചു, തനിക്ക് ഇതേ ഉള്ളോ പരിപാടി എന്ന്. അതെന്തിനാ? ഞാൻ ഇതിനു മുമ്പ് 2 കല്യാണം കഴിച്ചായിരുന്നു. അങ്ങ് അമേരിക്കയിൽ നിന്ന്. ഞാൻ അമേരിക്കയിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു തേങ്ങാ വെട്ടുകാരൻ വാസു അവളെ വിളിച്ചോണ്ടങ്ങ് പോയി. എന്നിട്ടിപ്പോ വാസു ഇപ്പം വെട്ടുകത്തിയും കൊണ്ട് ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. പിന്നെ തെറ്റിക്കുന്നവരെ വെട്ടുകത്തി വെച്ചല്ലേ വെട്ടുന്നത്. 5 മൊബൈലാ വെട്ടി അവൻ വീഴ്ത്തിയത്. അവസാനം അവരോടുള്ള പകരം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു പെണ്ണിനെ കെട്ടി ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോയി. പക്ഷേ അവളെ ഒരു അമേരിക്കക്കാരൻ തട്ടിക്കൊണ്ട് പോയി. അല്ല, നിങ്ങൾക്ക് അമേരിക്കയിൽ എന്താണ് ബിസിനസ്? എനിക്കങ്ങനെ പ്രൊഫഷൻ ഒന്നും ഇല്ല. നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, കാർഗോയാ. ഓ, അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ നിന്ന് അവിടെ അതൊക്കെ പ്രൊഫഷണലായിട്ട് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും. പോയത് പോട്ടെ, എന്റെ ഭാര്യ ഇവിടെ വന്ന് നിന്നിട്ട് അവരുടെ വയറ് കുറഞ്ഞില്ല, വണ്ണം കുറഞ്ഞില്ല. അതെന്താ? അതിന് കാരണമുണ്ട്. ഇവിടെ വരണമെങ്കിൽ വർക്കൗട്ട് ചെയ്യണോ, അല്ലാതെ ഇവിടെ വന്നിരുന്നു ഈ സാധനങ്ങളെ നോക്കി നുണ പറഞ്ഞോണ്ടിരുന്ന മൊബൈലിൽ കളിച്ചോണ്ടത് എങ്ങനെ വണ്ണം കുറയും? അല്ലെങ്കിൽ തന്നെ പോലുള്ളവർ ഇങ്ങനെ പറയുള്ളൂ. എന്ത് ഇവിടെ കൊണ്ടാക്കിയതാണല്ലോ. അങ്ങനെ വല്ല കരോട്ട ക്ലാസ്സിലാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ അവളെ തടിയും കുറഞ്ഞാൽ അവള് കരോട്ട എങ്ങനെ പഠിച്ചാലായിരുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ന്യായമൊന്നും പറയരുത്. ഇവിടെ ജിമ്മായി ട്രെയിനറാണോ നിങ്ങളെ ഈ ഇത്രയും നിങ്ങളെ വായിക്കുന്നത് കേട്ടത്? ഒരു കരോട്ടക്കാരൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലേ അവൻ കാല് മടക്കി പടലി അടിക്കുന്നതിനായിരുന്നു. ഈ പടലി അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മുഴ വരും. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഇത് കണ്ട അങ്ങനെ വരും. കരോട്ടക്കാരന്മാരെ കാര്യം പറഞ്ഞപ്പോഴാണ് ജംഗ്ഷനിൽ വെച്ച് ഒരു 16 കരോട്ടക്കാരന്മാരെ എന്നെ ചുറ്റും അങ്ങ് വളഞ്ഞു. ഒത്ത നടുവിൽ ഞാൻ നിൽക്കുവാണേ. 16 കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ നിൽക്കും ഒത്ത നടുവിൽ ഞാൻ. എന്നിട്ട്
16 കരോട്ടക്കാർ വളഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒത്ത നടുവിൽ ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് നേരെ ഞാൻ ആശുപത്രി പോയി. അതെന്തിനാ ഒറ്റയ്ക്ക് ആശുപത്രി പോയത്? ഈ കരോട്ടക്കാരന്മാർക്ക് അടിക്കുകയും പിന്നെ ആട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടാക്കാൻ പറ്റുമോ? രണ്ടുമേ ചെയ്യണല്ലേ അവർ നമ്മളെ അതാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെ, ഇതേ കണക്ക് എനിക്ക് സംഭവം ഉണ്ടായി. എന്തു പറ്റി? പാളയത്ത് നിന്ന് ഒരു ടീം അടിക്കാൻ വന്നു. ഓ, എന്റെ വീടങ്ങ് വളഞ്ഞ്. എന്നിട്ട് വളഞ്ഞ പിന്നെ ടാർപ്പേട്ട് ഇവിടെ എല്ലാവർക്കും വളഞ്ഞു പോയി. ഇനി ഇവരെല്ലാരും കൂടെ ഈ കമ്പും കൊടിയൊക്കെ വെച്ച് കെട്ടി വീടൊക്കെ നേരെ കെട്ടി തന്ന് എളുപ്പം കാലത്തോടെ പാവപ്പെട്ടവര് പോയത്. അപ്പൊ തന്നെ തല്ലിയില്ലേ? അതങ്ങനെയാണ്. അവന്മാർ വീട് വെച്ച് അവർ തല്ലേം കൂടെ ചെയ്യണം. അത് മോശമല്ലേ? ഇപ്പൊ അവർ അടിപിടിയൊന്നും ഇല്ല. ഇപ്പൊ അവർ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്. ഓ, എന്തോടെ പേര്? പാളയം പാർപ്പിട ഭവന പദ്ധതി. എക്സ്ക്യൂസ് മീ, ഞാൻ ആകപ്പാടെ വിഷമത്തിൽ നിൽക്കാൻ. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടിരിക്കുന്ന ഒരാളല്ല, ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ ആണ്. ഈ സിറ്റിസൺ എന്ന് പറയുമ്പോ അതായത് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പുള്ളി അമേരിക്കയിൽ കല്യാണം കഴിച്ച ആ സിറ്റിയിൽ ഒരു സണ്ണുണ്ടെന്ന്, ഒരു കൊച്ചുണ്ടെന്ന്. അതാണ് അമേരിക്കൻ സിറ്റിസൺ. അല്ല, സണ്ണിന് വേറെ സംഭവങ്ങളുണ്ടല്ലോ. സൂര്യൻ എന്നും കൂടെ ഒരു അർത്ഥമില്ല. അമേരിക്ക സൂര്യൻ അങ്ങനെ വരാ. ഏതൊരു പഠിച്ചായിരുന്നു? 4ാം ക്ലാസ്സിൽ 4 കൊല്ലം. അപ്പൊ അങ്ങനെ വരൂ. എനിക്ക് വിഷമമൊന്നുമല്ല. വീണ പോയതിനു ശേഷം വീട്ടിലെ പുക അടഞ്ഞിട്ടില്ല, കത്തിയിട്ടില്ല, പുകയില്ല. അയ്യോ, അത് ആലുവ അടുപ്പായോണ്ടാണ് ഈ പുക വരാത്തത്. അതിന് പുക വരൂല. അങ്ങനെ ഒരാളൊരു വിഷമം പറയുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ആലുവ അടുപ്പെന്നാണ്. പുള്ളിയുടെ ഭാര്യ പോയ വിഷമം പറഞ്ഞല്ലേ? പുക വരൂല അതിനകത്ത്. ഇത് ഗ്യാസിന്റെ ബുക്കുമല്ലോ ആ കൊച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടോ? അതിന്റെ വിഷമമായിരിക്കും. അല്ല, അങ്ങനെ അല്ലേ വരാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പോയ എന്റെ ഭാര്യയാണ്. എനിക്കാണ് വിഷമം. ഞാൻ വിഷമത്തോടെ നടക്കാൻ അറിയാമോ? ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് പോകും. ഹലോ മാഷേ, ഒരു ഭാര്യ പോയെന്നും പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിൽക്കരുത്. പെണ്ണ് പോയാൽ വേറെ പെണ്ണ് വരുമെന്ന്. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് വർക്കൗട്ട് തുടങ്ങിക്കോ. അതെന്ത് ന്യായോട്? എന്റെ ഭാര്യ ഇവിടെ വന്നതുകൊണ്ടല്ലേ അവൾ ഇവിടെ വേറെ പോയത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം? ഇതേ കഴിഞ്ഞ 12 വർഷം മുമ്പ് എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ടോട് ഞാൻ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്താൽ എന്താ കുഴപ്പം? പുള്ളി എന്താ പറഞ്ഞു? മനസ്സിലായില്ല. അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇങ്ങനെ പറയൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.